ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളാണല്ലോ, ഞങ്ങൾക്ക് ശേഷം പിന്നെ ഒരു ചാനൽ കൂടെ വന്നു, ബിഗ് ടി വി എന്ന് പറഞ്ഞിട്ട്. ബിഗ് ടി വി കൂടി വന്നു. അപ്പം ഞങ്ങളാണ് താരതമ്യേന പുതിയ ചാനലാണല്ലോ. അപ്പം ഞങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ ചാനൽ രംഗത്ത് ആളുകൾ എന്തെങ്കിലും പ്രിഫർ ചെയ്യുന്ന, തിരഞ്ഞെടുത്ത് കാണുന്നൊരു ചാനലായിരിക്കും ഞങ്ങളുടേതെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ പോലും ഇങ്ങനൊരു ചാനൽ വന്നാൽ വരുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഞാനാണെങ്കിലും വർഷനാണെങ്കിലും പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചാനൽ, ഈ ന്യൂസ് ചാനൽ രംഗത്ത് നിന്ന് സജീവമായിട്ട് അങ്ങോട്ട് മാറി നിൽക്കുന്ന, ഞങ്ങൾ ഇതുപോലെ മധു ചെയ്യുന്ന പോലുള്ള കാര്യങ്ങളിലേക്ക് മാറിയ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറിയത് ഞങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് ഞാൻ 2 വർഷമോ 3 വർഷമായിട്ട് മാറി നിൽക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മളുടെ അടുത്ത് അങ്ങനെ ആരും ഇതൊരു വലിയ സംഭവമായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഞങ്ങൾ വലിയ സംഭവമായി, ഞങ്ങൾ വളരെ വലിയ സംഭവമായി. കാരണം ഞങ്ങൾ പിന്നെ ഈ കേരളത്തിലെ ഒരു താഴെയുള്ള ചാനലായിട്ട് നിൽക്കും റേറ്റിങ്ങിലൊക്കെ എന്ന് കരുതിയത്. ഇപ്പം മധുവിനെ തന്നെ അറിയാലോ, മധു റേറ്റിംഗ് ഒക്കെ വിശകലനം ചെയ്യുന്ന ആളാണ്. അപ്പോൾ മനോരമയുടെയും മാതൃഭൂമിയുടെയും മുകളിൽ പോലും ഞങ്ങൾ ചില റേറ്റിങ്ങിലെത്തി. എല്ലായ്പ്പോഴും അല്ല, പക്ഷേ ഈ പറയുന്ന എന്താണ്, നമ്മൾ ഏഷ്യാനെറ്റ് തുടങ്ങുന്ന ചാനലുകളുടെ റേറ്റിംഗിൽ ആളുകൾ പ്രിഫർ ചെയ്യുന്ന ചാനലുകളുടെ ഒരു ടോപ്പ് ലെയറിൽ തന്നെ ഞങ്ങൾ 4ാം സ്ഥാനത്തൊക്കെ ആയിട്ട് ഞങ്ങൾ എത്തുന്ന നിലയുണ്ടായി. അത് പക്ഷേ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് ടെലിവിഷനിൽ ഞങ്ങളുടെ ചാനലിൽ ചർച്ചയുണ്ടായിരുന്നില്ല. അതെ, ചാനൽ ചർച്ചയില്ല. ഞങ്ങളുടെ സാധാരണഗതിയിൽ ചെയ്യുന്ന പോലുള്ള ഒരു കാര്യം ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇപ്പം എല്ലായിടത്തും ഫ്ലക്സ് വെച്ചിട്ടാണല്ലോ. ഈ ചാനലിൽ തന്നെയും ഒരു പരസ്യം ചാനലിന് പുറത്തുണ്ട്. പിന്നെ ഞങ്ങളുടെ ചാനലിലല്ലാതെ ഞങ്ങളുടെ ചാനലിനെ പറ്റിയിട്ടുള്ള വർത്തമാനം, ഞങ്ങളുടെ ലോഗോ ഞങ്ങളുടെ ചാനലിലല്ലാതെ വേറെ എവിടെയും കാണാനില്ല. ഈ കേരളത്തിൻ്റെ നഗരങ്ങളിലേക്ക് ഇറങ്ങിയ ഫ്ലക്സിലൊന്നും ഞങ്ങളുടെ ചാനലിലൊന്നും ഞങ്ങളുടെ ലോഗോ ഒന്നും കാണാനില്ല. ഞങ്ങളുടെ വർക്ക് കൊണ്ട് മാത്രമാണ് കയറി വന്നത്. പിന്നെ ഈ പറയുന്ന മനോരമയും മാതൃഭൂമിയും അടക്കം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാതൃഭൂമിയുടെ എനിക്ക് ഉറപ്പില്ല, മനോരമ എന്തായാലും ലാൻഡിംഗ് പേജ് എടുത്തിരുന്നു. എല്ലാ ചാനലുകളും ലാൻഡിംഗ് പേജ് എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഒരു ഘട്ടത്തിലും ലാൻഡിംഗ് പേജ് എടുത്തിട്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സംവിധാനം, ലാൻഡിംഗ് പേജ് സംവിധാനം മോശമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. കാരണം നമ്മൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇതൊരു ബിസിനസ് കൂടെ ചേർന്ന പരിപാടിയാണ്. അപ്പോൾ അത് സക്സസ് ആക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം എല്ലാവരും ചെയ്യും. അതിനകത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ട്. ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ എക്സ്റ്റേണലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല ന്യൂസ് മലയാളം ഈ കാണുന്ന നിലയിലേക്ക് കുതിച്ചു കയറി വന്നത്. ഇത്രയും വലിയ അധികാരന്മാർക്ക് മുന്നിൽ വന്നത് അത് ഞങ്ങൾ കൊടുത്ത വാർത്തയുടെ മാത്രം കാര്യം കൊണ്ടാണ്. വാർത്തയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതിസന്ധി എല്ലാം ഉണ്ടായിരുന്നു. അതായത് ആളുകൾക്കെല്ലാം വാർത്ത അറിയാം, എല്ലാവരും ഇത് കാണുന്നുണ്ട്, വിഷ്വൽസ് എല്ലാം എല്ലാവർക്കും ഉള്ളതാണ്. അതിൽ വളരെ സാധാരണീകരിക്കപ്പെട്ടൊരു കാലത്ത് പക്ഷേ അപ്പോഴും നിങ്ങൾ വൃത്തിക്ക് വാർത്ത കൊടുത്താൽ നിങ്ങളുടെ ചാനൽ കാണാൻ ആളുണ്ടാകും എന്ന് മലയാളത്തിലെ പ്രേക്ഷകർ തെളിയിച്ചു തന്നു, കേരളത്തിലെ പ്രേക്ഷകർ തെളിയിച്ചു തന്നു. അങ്ങനെയാണ് ഞങ്ങൾ കയറുന്നത്. അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ്? അല്ലാതെ ഞങ്ങൾ ഈ പറയുന്ന ബഹളം വെക്കൽ ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന സൂപ്പർ സ്റ്റാറുകളെ ആയിട്ട് അവതരിപ്പിച്ചിട്ട് പിന്നെ ഇങ്ങനെ അത് വെച്ചിട്ട് എല്ലായിടത്തും ഫ്ലക്സ് വെച്ച് ബഹളം വെക്കൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് ആക്ടിവിറ്റീസോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെ PR പരിപാടികളോ ഈ പറയുന്ന എന്താണ് ലാൻഡിംഗ് പേജോ ഇങ്ങനെയുള്ള ഒരു മാജിക്കിന് പിന്നാലെ പോകാതെ വാർത്ത സിംഗിളായിട്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ കയറി വന്നത്. അപ്പോൾ അതിൽ സത്യത്തിൽ ഞങ്ങളുടെ ഭാഗമല്ലാതിരുന്ന ഈ പറയുന്ന നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റ് ചാനലുകളിലെ എന്ന് വെച്ചാൽ ഈ പ്രധാനപ്പെട്ട ചാനലുകളിലെ നയിക്കുന്ന ആളുകൾക്ക് പോലും സന്തോഷമുണ്ടായിരുന്നു. കാരണം എല്ലാവരും ജേർണലിസ്റ്റുകളാണല്ലോ. ഏഷ്യാനെറ്റ് തൊട്ട് ഇങ്ങോട്ട് വരുന്ന ആളുകൾ, ഇതിനെ നയിക്കുന്ന ആളുകളെല്ലാം ജേർണലിസ്റ്റുകളാണ്. അവർ ഒരു ട്രാക്കിൽ അങ്ങ് പോയിട്ട് ഇങ്ങനെ അതിൻ്റെ കുഴപ്പത്തിലൂടെ പോകുന്നതെന്ന് അവർക്കും അറിയാം. അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ടീം വരുമ്പോൾ, അതും വളരെ പതുക്കെ കയറി വരുമ്പോൾ, 2 വർഷം കൊണ്ട് ഞങ്ങൾ ഇവിടെ വരെ എത്തി. പക്ഷേ എന്നാലും താരതമ്യേന ബഹളം ഉണ്ടാക്കാതെ കയറി വരുമ്പോൾ അവർക്ക് കൂടെയുള്ള സന്തോഷമാണത്. ഇത് പോസിബിളാണ് കേരളത്തിൽ എന്ന ഒരു സന്തോഷമാണ്. ഇത് പോസിബിളാണ്. അതായത് നിങ്ങളെ ജനം പ്രിഫർ ചെയ്യും, നിങ്ങളെ ആളുകൾ കാണും. അപ്പം ഞങ്ങളെ രാഷ്ട്രീയ പക്ഷപാതത്തിൻ്റെ പേരിലൊക്കെ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ആക്രമണം, ചീത്തവിളി, ഫോൺ വിളിച്ച് പറയൽ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ പിന്നെ രാഷ്ട്രീയമായിട്ട് പറയേണ്ടടുത്ത് നമുക്കൊരു അഭിപ്രായമാണെങ്കിൽ പറയാതിരുന്നിട്ടുമില്ല. പക്ഷേ എന്നിട്ടും ജനം നമ്മുടെ കൂടെ വന്നു. ഈ രാഷ്ട്രീയത്തോട് ഞങ്ങൾ പിന്നെ പറയുന്ന ഈ രാഷ്ട്രീയ സംഗതികളോട് ചേർച്ചയില്ലാത്ത ആളുകൾ പോലും അവരവരുടെ വീടുകളിലും അവരവരുടെ കടകളിലും ഞങ്ങളുടെ ചാനൽ വെച്ചു. അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കാര്യത്തിന് നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാനൊന്നും വന്നില്ല, പക്ഷേ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാനുണ്ട്, നിങ്ങൾ പറയുന്നതിൽ കേൾക്കാൻ ഗൗരവമുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ചാനൽ പലയിടത്തും വെച്ചു. ഇത് വെച്ചിട്ടാണ് അത് ദീർഘമായിട്ട് മറുപടി പറയേണ്ടി വരും. പക്ഷേ അത് ചോദിച്ച രണ്ടാം കാര്യത്തിന്, അതായത് നമ്മൾ പിന്നെ ഇപ്പം ഞാൻ മംഗളം പത്രത്തിൽ തുടങ്ങിയ ആളാണ്. മംഗളം പത്രം, വർത്തമാനം പത്രം, പിന്നീട് ഇന്ത്യ വിഷൻ, ഏഷ്യാനെറ്റ്, വീണ്ടും ഇന്ത്യ വിഷൻ, പിന്നീട് മീഡിയ 1, ന്യൂസ് 18, ദി മലബാർ ജേണൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ ചാനൽ, അതിനുശേഷം ന്യൂസ് മലയാളം. നമ്മൾ ആ കാലത്ത് ഈ പണി തുടങ്ങുന്ന കാലത്ത് നമ്മളെ ഈ പണി പഠിപ്പിച്ച ആളുകൾ നിങ്ങളെന്ത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ
കാര്യങ്ങളുണ്ടല്ലോ, ബാക്ക് ടു ബേസിക്സ് എന്ന് പറയും. അപ്പോൾ ആ കാലത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ഇപ്പോഴും നിന്നു എന്നേ ഉള്ളൂ. അതിനെ ഈ കാര്യങ്ങളിലൂടെയൊക്കെ പോയെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ ആ ക്ലാസിക്കൽ ജേർണലിസ്റ്റിൻ്റെ ആ തീമും ആ ഒരു ഐഡിയയും മനസ്സിലുണ്ടായാൽ ഇതിൻ്റെ രീതികളെല്ലാം മാറി. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു സംഗതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് കാണിച്ചു തരികയാണ് ഈ ന്യൂസ് മലയാളത്തിൻ്റെ ഞങ്ങളുടെ ഒരു വിജയം നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഞങ്ങളെ തന്നെയും അത് ബോധ്യപ്പെടുത്തി തന്നു. ഈ ക്ലാസിക്കൽ ജേർണലിസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ പത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണല്ലോ. ഇപ്പോൾ എഡിറ്റോറിയൽ പേജിൽ പലവിധ അഭിപ്രായങ്ങൾ കൊണ്ടുവരിക, ഗൗരവമുള്ള ഒരു നിലപാടിലേക്ക് ആളുകൾ എത്തിക്കാൻ സഹായിക്കുന്നതാണ്. മുഖപ്രസംഗം വേറെ ഉണ്ടാവും, വാർത്തകൾ അതിൻ്റെ അനുസരിച്ച് പോകും. ഈ ന്യൂസ് ചാനലുകൾ വന്നപ്പം ഇപ്പോൾ നിങ്ങൾ RDX എടുത്താൽ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം എഡിറ്റർമാർ പറയുന്നു, രണ്ടുപേരിരുന്ന് പറയുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടങ്ങളിൽ ഇപ്പോൾ എല്ലാ ചാനലുകളിലും ന്യൂസ് ഇങ്ങനെ എഡിറ്റേഴ്സിൻ്റെ സംഭാഷണങ്ങളുണ്ട്, നിഗമനങ്ങളിലെത്താൻ സഹായിക്കുന്നതും തർക്കങ്ങളിലേക്ക് മാറുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യഘട്ടങ്ങളിൽ ഇങ്ങനെ ചാനലിൽ അവതാരകർ രണ്ടുപേരിരുന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആൾ കേൾക്കാണ്ടാവോ എന്നുള്ളൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പ്രഗത്ഭർ എന്ന് പറഞ്ഞ നിരീക്ഷകരൊക്കെ വിളിച്ചിരുത്തിയിട്ട് അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടി പ്രാധാന്യം എഡിറ്റർമാർ പറയുന്നത് കേൾക്കാനാണെന്ന് തോന്നുന്നു ആളുകൾ. മറ്റതും ആവർത്തന വിരസതയും പിന്നെ പ്രത്യേക താല്പര്യങ്ങളുള്ളതായിട്ടുള്ള സംശയങ്ങളൊക്കെ വരുമല്ലോ. ഇതാകുമ്പോൾ ഉത്തരവാദപ്പെട്ട രണ്ടുപേരാണല്ലോ പറയുന്നത്. ആ ഒരു ആശങ്ക നിങ്ങളെ നയിച്ചിരുന്നു? അപ്പോൾ RDX ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ആ ആശങ്ക നയിച്ചിരുന്നു? അല്ല, ഇതിനകത്ത് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിരുന്നത് വെറുതെ അഭിപ്രായം പറയുന്നു എന്നുള്ളത് മാത്രമാകരുത്, നമ്മുടെ അഭിപ്രായത്തിലേക്ക് നയിച്ച കാരണങ്ങൾ, വസ്തുതകൾ എടുത്ത് കൊടുക്കണം, അതായത് ഇൻഫർമേഷൻ കൊടുക്കണം. ഇപ്പോൾ ഒരാൾ TV കാണുന്നത് പിന്നെ അല്ലെങ്കിൽ ഇപ്പോഴും വന്ന് TV രാത്രി ഒരു സമയം കണക്കാക്കിയിട്ടൊരു ഷോയ്ക്ക് ഇരിക്കുന്ന ആളുകൾക്ക് അതിനകത്ത് എന്തെങ്കിലും കിട്ടാനുണ്ട് ഉള്ളതുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ഏരിയകളിൽ ഇപ്പോൾ സാധാരണ മനുഷ്യനാണ് കരുതുക. അപ്പോൾ സാധാരണ എന്ന് വെച്ചാൽ ഒരു ജോലിക്കൊക്കെ പോയി രാവിലെ പോയി ജോലിക്ക് പോയിട്ട് വരുന്ന ഒരാൾ, അല്ലെങ്കിൽ സ്വന്തം സുഹൃത്ത് സംഘങ്ങൾക്കിടയിൽ മാത്രം സംസാരിക്കുന്ന ഏതെങ്കിലും സ്ത്രീയോ അല്ലെങ്കിൽ ചെറുപ്പക്കാരനോ, അവർക്ക് ഇപ്പം ഹോർമോസ് കടലെടുക്കലെ പ്രശ്നം തൊട്ട് ഈ വേൾഡ് കപ്പ് വരെയും നമ്മുടെ നാട്ടിലെ പ്രാദേശിക വോളിബോൾ ക്ലബിൻ്റെ പ്രശ്നങ്ങൾ വരെയും ചർച്ചയാണ്. അപ്പോൾ ആ ചർച്ചക്കകത്ത് നമുക്ക് ഉപയോഗിക്കാനുള്ള ഇൻഫർമേഷൻ കിട്ടാൻ ഇപ്പോൾ ഇഷ്ടംപോലെ മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു മാർഗ്ഗമായിട്ടായിരിക്കും ചിലപ്പോൾ ആളുകൾ ഇതിനെ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അഭിപ്രായം എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ഓരോ വിഷയത്തെ പറ്റിയും ഞാൻ ഇങ്ങനെ കാണുന്നു, ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു എന്ന് പറയാൻ പാടില്ല. അതിന് പകരം അതിനകത്ത് ഇൻഫോ ഉണ്ടാവണം എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ മുൻകാലങ്ങളിൽ നമ്മളിപ്പം TV ചർച്ചക്കാരായിട്ടാണല്ലോ നമ്മുടെ എല്ലാം വരവ്. അപ്പം ചർച്ചയിലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചർച്ചയെ പറ്റിയിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഏഷ്യാനെറ്റൊക്കെ ചാനലിലൊക്കെ തലപ്പത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തമാശ പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, അതൊരു വസ്തുതയുമാണ്. അതായത് എന്തുകൊണ്ടാണ് ചർച്ച ഒരു ചെലവുമില്ലാതെ 1-2 മണിക്കൂറുകൾ കൊണ്ടുപോകാൻ പറ്റുന്ന, ആളുകൾ എൻഗേജ് ചെയ്തിരുത്താൻ പറ്റുന്ന ഒരു പരിപാടിയാണത്. ഇപ്പം ഇപ്പോഴും എനിക്ക് തോന്നുന്നു, ഞങ്ങളിപ്പോൾ ചർച്ച നടത്താറില്ല, ഇപ്പോഴും ഒരു TV ചാനലിലേക്ക് ചർച്ചയ്ക്ക് വരുന്ന ഒരാൾക്ക് അയാളുടെ ഒരു വാഹനം അയച്ചു കൊടുത്ത് കൊണ്ടുവരിക എന്നല്ലാതെ, അല്ലെങ്കിൽ അവരവരുടെ വീടുകളിൽ ഇരിക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് പേ ചെയ്തിട്ടൊന്നുമല്ല അവർ വരുന്നത്. അപ്പോൾ അതിന് ചിലവൊന്നുമില്ല. നമ്മുടെ സ്റ്റുഡിയോ അവിടെയുണ്ട്, നമ്മുടെ അവതാരകനുണ്ട്, നമ്മുടെ ക്യാമറയുണ്ട്, നമ്മുടെ എയർ ടൈം ഉണ്ട്. ഈ ആളുകളൊന്ന് അഭിപ്രായം പറയുന്നു. ഇത് ആദ്യകാലത്ത് നല്ലതായിരുന്നു, ആളുകൾക്കത് കേൾക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. പല രാഷ്ട്രീയ വിഷയങ്ങളെ പറ്റിയിട്ട് ഇവർ പറയുന്നത് ഇരുന്ന് കേൾക്കാനും അത് സംബന്ധിച്ചൊരു അഭിപ്രായം രൂപീകരിക്കാനും, ഇപ്പം പല അഭിപ്രായങ്ങളാണല്ലോ ആളുകൾ പറയുന്നത്, അപ്പോൾ അഭിപ്രായം രൂപീകരിക്കാനും ഒക്കെ ആളുകൾക്ക് പറ്റുമായിരുന്നു. പക്ഷേ പിന്നീട് പതുക്കെ അതൊരു രാഷ്ട്രീയ ആശയ പ്രചാരണ വേദിയൊക്കെ ആയതോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അതിനകത്ത് ഭയങ്കരമായ നിക്ഷിപ്ത താല്പര്യങ്ങൾ വന്നു. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു ചാനലിൽ ഒരു ചാനലിന് പ്രത്യേകമായ അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായത്തിന് തന്നെ മുൻതൂക്കം വരുന്ന വിധത്തിൽ വല്ലാത്ത തോതിൽ ആളുകൾ വന്നു. ഇപ്പോൾ ചർച്ചകളിലൊക്കെ നമ്മൾ നടത്തിയ ചർച്ചകളിലൊക്കെ പ്രശ്നങ്ങളില്ലാത്ത ഭയങ്കര ഗംഭീരമായുള്ള ചർച്ചകളാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒടുവിലായപ്പോൾ എന്ന് വെച്ചാൽ ഒന്ന് അവിടെ വന്നിരിക്കുന്ന ആളുകൾ എന്താ പറയുക എന്ന് ആളുകൾക്ക് നേരത്തെ അറിയാം. അവിടെ എന്താണ് ഇന്നൊരു വിഷയം ഉണ്ടായാലും അവിടെ ആരാണ് വന്നിരിക്കുന്നതെന്ന് പോലും ജനങ്ങൾക്കറിയാം. അവിടെ ആരാണ് വന്നിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിൻ്റെ കളർ എന്തായിരിക്കുന്ന പോലും ആളുകൾക്ക് പ്രവചിക്കാവുന്ന വിധത്തിൽ, ഞാനതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ്, വളരെ ക്ലീഷേ ആയിട്ടുള്ളൊരു പരിപാടിയായിട്ട് ഇത് മാറി. പിന്നെ വൈകാരികത അല്ലാതെ പുതിയതായ ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ദിവസങ്ങൾ ചർച്ച ചെയ്യുക, നിസ്സാരമായ കാര്യങ്ങൾ ഒരുപാട് ദിവസങ്ങൾ ചർച്ച ചെയ്യുക. അപ്പോൾ അതിനുണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് നിസ്സാരമായ കാര്യമല്ല എന്ന് ആളുകൾക്കൊരു തോന്നലുണ്ടാവും. എല്ലാ ദിവസവും നമ്മുടെ TV ഏറ്റവും റേറ്റിംഗുള്ള ഒരു TV ഒരു വിഷയം ഇങ്ങനെ വന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ കുറേ പേരെങ്കിലും കരുതും ഇതാണ് ശരിക്കും യഥാർത്ഥത്തിൽ വലിയ ഗൗരവമുള്ള വിഷയം എന്ന് കരുതില്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു പീക്കിൽ നമ്മൾ ഈ ജോലിയാണല്ലോ ചെയ്യുന്നത്, നമ്മുടെ ജീവിക്കാൻ വേണ്ടി കൂടെയാണ് ഈ ജോലി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കുറച്ചൊക്കെ നടക്കേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ ഒരു എക്സ്ട്രീം അറ്റത്തേക്ക് എത്തിയപ്പോൾ അത് ഇനിയും ഇത് മുന്നോട്ട് പോകുന്നതിൽ കാര്യമില്ല എന്ന് കണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ ഈ
ന്യൂസ് 18 TV വർക്ക് ചെയ്യായിരുന്നു ഞാൻ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് മധുവൊക്കെ ചെയ്യുന്ന പോലുള്ള പണിയിലേക്ക് ഇറങ്ങാം. അപ്പം മധു തന്നെ ഇറങ്ങിയതുകൊണ്ടാണല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ ആ അർത്ഥത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ 2-3 തരത്തിലുള്ള ആളുകൾ കാണാം. ഒന്ന്, നമ്മൾക്ക് ആ സിറ്റുവേഷനോട് എക്സൽ ചെയ്യാൻ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് എന്ന് വിചാരിക്കാം, അവരതിനുള്ള ശേഷിയില്ലാത്ത ആൾക്കാരാണെന്ന് വിചാരിക്കാം. 2, പിന്നെ എന്താണ്, ഇവർ കുറച്ച് കൂടിയ ആളുകളാണെന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പോവാണ് എന്നൊരു തോന്നൽ പറയാം. ഇതെല്ലാം നമ്മളെ പറ്റിയും എന്നെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് അയാൾക്കത് പറ്റാനായിട്ടാണ്. 1, 2, അവൻ വലിയ തത്വം പറയുന്ന ആളാണ്, അതുകൊണ്ട് പോകുന്നതാണ്. സത്യത്തിൽ അത് അങ്ങേറ്റം വേസ്റ്റായിരുന്നു, അതിൽ സംശയമൊന്നുമില്ല. അതിൽ പിന്നെ എന്താ വെച്ചാൽ ഓരോരുത്തരുടെ ജോലിയാണ്, അത് അവിടെ നിന്ന് തുടരേണ്ടതായിട്ട് വരും. പക്ഷേ എന്നാലും കുറേയേറെ മാറ്റങ്ങളൊക്കെ വരുത്താമായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ചും ലീഡ് ചെയ്യുന്ന ചാനലുകൾക്കൊക്കെ അവരുടെ രീതിയൊക്കെ മാറ്റാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അവർ രീതി മാറ്റുകയല്ല ചെയ്ത്, അവരവരുടെ രീതിയിൽ തന്നെ ഉറച്ചുറച്ച് നിൽക്കുക ചെയ്ത്. ഇപ്പം നമ്മൾ മാധ്യമങ്ങളാണെങ്കിലും ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഏറ്റവും വലിയ ഗുണം എന്താണ് ഞാൻ കാണുന്നത്, ജനം അവർക്ക് കൊടുക്കുന്ന മെസ്സേജസിനനുസരിച്ച് അവരുടെ കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ വരുത്തും. അതൊരു ഒരു 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 എന്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന എന്ത് സംഗതികളുടെയും എന്ന് വെച്ചാൽ നാട്ടുകാർ പറയുന്നതായിട്ട് മുഴുവനായിട്ടങ്ങ് മാറുക എന്നല്ല, പക്ഷെ അവർ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ എന്ന് കണക്കാക്കിയിട്ട് അതിനനുസരിച്ച് അവനവനെ പുതുക്കുക എന്നുള്ളത് ഏതൊരു പിന്നെ ഒരു ജനാധിപത്യപരമായ സംവിധാനത്തിനും, അത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, സംഘടനകളായിക്കോട്ടെ, മാധ്യമ സ്ഥാപനങ്ങളായിക്കോട്ടെ ആവശ്യമുള്ളതാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ടെലിവിഷൻ ചാനലുകൾ മാത്രം ആളുകൾ വിമർശിക്കും തോറും അവരവിടെ കിടന്ന് വിമർശിക്കട്ടെ, ഇത് തന്നെ ഞാൻ ചെയ്യും എന്ന വാശിയിലേക്ക് വരുന്നതായിട്ട് കാണുന്നത് ചിലരെങ്കിലും, അല്ലേ? ചിലരെങ്കിലും അങ്ങനെയാണ് വരിക. അതായത് ഇവർ വിമർശിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങളത് അവരുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുക. നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്യുന്ന കാലത്ത് പഠിച്ചത് ഒരല്പം നിസ്സംഗത. നമ്മളെല്ലാം വ്യക്തികളാണ്, നമ്മളെ ചീത്ത വിളിക്കുകയും വിമർശിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ കാലുഷ്യമൊക്കെ വരും. പക്ഷേ എന്നാലും ഇതുപോലുള്ളൊരു ജോലിയാണ് ചെയ്യുന്നത്. ജനത്തിനും ഇൻഫർമേഷനോടെയുള്ളൊരു മീഡിയ ആണല്ലോ നമ്മൾ. ഒരു മീഡിയം സ്പേസിൽ നിൽക്കുന്ന നമുക്ക് അതിന് വേണ്ട ഒരു നിസ്സംഗത ആവശ്യമുണ്ട്. നിസ്സംഗത മീൻസ് ഒരുതരം പാകത ആവശ്യമുണ്ട്. ഇതല്ല, അവരെന്നെ വിമർശിക്കുന്നതുകൊണ്ട് അവരെ വിമർശിക്കാനാണ് ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്ന മട്ടിലേക്ക് ആളുകൾ മാറുകയും അതിങ്ങനെ എപ്പോൾ നോക്കിയാലും 1-ാം തീയതി കാണുന്നതിന് 2-ാം തീയതിയും 2-ാം തീയതി കാണുന്നതിന് 10-ാം തീയതിയും കാണുന്ന വിധത്തിലേക്ക് ഇങ്ങനെ പോവുക. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ. ഒരു 5 വർഷം മുമ്പുള്ള തെരഞ്ഞെടുപ്പ് കാലത്തെ ചർച്ചകളിലെ വിഷയങ്ങളും അതും ഓർമ്മയുണ്ടോ? അത് ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണം പിന്നെ EDയുടെ ഇവിടുത്തെ വരവാണ്. KT ജലീലിനെ കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്തൊക്കെ എവിടെയാണ് ആ കേസ്, എന്താ സംഭവിച്ചത്, എന്തൊക്കെയായിരുന്നു പത്രങ്ങൾ എഴുതി? എനിക്ക് ചാനലുകളുടെ കാര്യം പോട്ടെ, ആൾ മറന്നു പോകും, പക്ഷെ പത്രങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു എഴുതിയിരുന്നത്? അപ്പോൾ നമ്മൾ അങ്ങനെ ഇതിപ്പോൾ ഞാനിവിടെ നിന്ന് പറയുന്നു നമ്മളൊരു ചാനലിലേക്ക്, അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പരമാവധി ശ്രമിക്കണം എന്ന തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ വീണ്ടും തിരിച്ച് ന്യൂസ് ചാനലിലേക്ക് വരുന്നത്. അത് പറ്റില്ല എന്നുള്ളതുകൊണ്ട് ബോധ്യപ്പെട്ടപ്പോഴാണ് ഒടുവിൽ ന്യൂസ് 18 നിന്ന് ഇറങ്ങിയിട്ട് നമ്മളങ്ങ് പോയത്. പക്ഷേ അതിനുള്ള സ്പേസ്, അതായത് ഇവിടെ ചർച്ചയില്ല, ഈ ചാനൽ ചർച്ച ചെയ്യേണ്ടതില്ല, ചർച്ച വേണ്ടതില്ല എന്ന് തീരുമാനിച്ചൊരു മാനേജ്മെൻറ്റ് വരികയാണ്. അപ്പോൾ അതാണെങ്കിൽ അവർ തമിഴ്നാട്ടിലെ ഏറ്റവും സക്സസ് ആയിട്ട് ഒരു ചാനൽ നടത്തിയ മാനേജ്മെൻറ്റാണ്. ഞങ്ങളുടെ ചെയർമാൻ പിന്നെ എവിടെയാണെങ്കിലും ആളുകൾ അവരവരുടെ മുഖം കാണിച്ചിട്ടാണല്ലോ, ഇപ്പോൾ മുതലാളിമാരിലെ ആളുകളുടെ മുഖം കാണിച്ചിട്ടാണല്ലോ. പക്ഷേ അത് മോശം കാര്യമാണെന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ആ താല്പര്യം പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഒരു വാർത്താ ചാനൽ അതിൻ്റെ ശരിയായ രീതിയിൽ നടക്കുക എന്നുള്ളതാണ്. അത് അവിടെ സക്സസ് ആണ് തമിഴ്നാട്ടിൽ. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഇവിടെ എന്താണോ ചെയ്യുന്നത്, ഒരു സ്ഥലത്തെ മുഖത്തെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക, അങ്ങനെയൊക്കെയാണല്ലോ സാധാരണ ഇതിൽ ചെയ്യുക. മറ്റൊരു സ്ഥലത്ത് ഒരു മുഖത്തെടുത്ത് ഇവിടെ വെച്ചിട്ട് പിന്നെ ചർച്ച അതേ റൂട്ടിൽ. എല്ലാ ചാനലുകളും 8 മണിക്ക് ചർച്ചയാണ്, ഇവിടെയും 8 മണിക്ക് ചർച്ചയാകുന്ന വിധത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെയല്ല, അതായത് നേരെ ടോട്ടലി മാറ്റിയ ഒരു പ്ലാനിലാണ് നമുക്ക് തുടങ്ങേണ്ടത് എന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. അത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്നതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഞങ്ങളതിന് ആ രീതിയിൽ തന്നെ കൊണ്ടുവന്നു. അതിനുള്ള ഫലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രേക്ഷകർ തരികയും ചെയ്തു.